എൻ്റെ പേര് മംഗലശ്ശേരി നോഫൽ. ഞാൻ ആരാണെന്നുള്ളത് അവസാനം പറയാം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ ദേശീയപാത 66 തകർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആരാണ് ദേശീയപാത തകർത്തത്? 60,000-ലേറെ കോടി രൂപ മുടക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസീവ് പ്രോജക്റ്റ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ എങ്ങനെ തകർന്നു? ആരാണ് തകർത്തത്? ആരാണ് ഇതിന് ഉത്തരവാദി? തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആർക്കാണ് അക്കൗണ്ടബിലിറ്റി? മറുപടി പറയേണ്ടത് ആരാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ. ദേശീയപാത 66 തകർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായിട്ട് ദേശീയപാത 66 തകർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാമത്തേത് സാങ്കേതിക കാരണങ്ങളാണ്. ദേശീയപാത പോലെ ഒരു 6 വരി പാത പോലെ തീർച്ചയായും സാങ്കേതിക തികവ് അനിവാര്യമായ ഒരു പദ്ധതിയിൽ സാങ്കേതികമായ കാരണങ്ങൾ എന്താണ് ഈ റോഡിന്റെ തകർച്ചയ്ക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് സംസാരിക്കുന്നത്. മൂന്നാമത്തേത് പ്രത്യാഘാതങ്ങളാണ്. ഇത്ര വലിയൊരു പ്രോജക്റ്റ് ഗതാഗത അസൗകര്യം മൂലം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വീർപ്പുമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഇതേപോലൊരു പദ്ധതി വരികയും അത് പൊടുന്നനെ തകർന്നു പോവുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അത് സാമ്പത്തിക മേഖലയിൽ, വാണിജ്യ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, യാത്രാ സംവിധാനങ്ങളുടെ മേഖലയിലൊക്കെ സംഭവിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്. നാലാമത്തേത് എന്താണ് പരിഹാരം? കേരളം എന്ന സംസ്ഥാനം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി താമസിക്കുന്ന, ജീവിക്കുന്ന സംസ്ഥാനമാണ്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ തരത്തിലൊക്കെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അത് ഈ റോഡ് തകർച്ചയും മറ്റു സംസ്ഥാനത്ത് മറ്റുള്ള എല്ലാ റോഡുകളും ഏകദേശം തകർന്നിരിക്കുകയാണ് മഴ വന്നതോടുകൂടി. ഇതിനെന്താണ് പരിഹാരം? കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, പ്രത്യേകിച്ച് റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ പരിഹാരം കാണുക? ആരാണ് പരിഹാരം കാണേണ്ടത്? എന്താണ് പരിഹാരം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നാലാമതായിട്ട് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 4 ഭാഗങ്ങൾ കഴിയുമ്പോഴേക്ക് കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്തുകൊണ്ട് സംഭവിക്കുന്നു, റോഡുകൾ എന്തുകൊണ്ട് തകരുന്നു, അതിനെന്താണ് പരിഹാരം എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ദേശീയപാത 66 തകർച്ചയുടെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആദ്യം അന്വേഷിക്കേണ്ടത് തകർച്ചയുടെ സാമ്പത്തിക കാരണങ്ങളാണ്. കാരണം ഏകദേശം 60,000 കോടി രൂപ ഈ റോഡ് നിർമ്മാണത്തിന്, കേരളത്തിലെ വിവിധ റീച്ചുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പണത്തിൽ സിംഹഭാഗവും മറ്റുള്ള ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്കാണ് പോയത്. റോഡ് നിർമ്മാണത്തിന് വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ നാഷണൽ ഹൈവേ 66 വിവിധ റീച്ചുകളുടെ തകരാറും തകർച്ചയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ പോയി എന്നുള്ളത് അന്വേഷണം വളരെ പ്രസക്തമാണ്. നോക്കൂ, ഇതിൽ ഒന്നാമത്തെ പേരുകാരൻ അദാനിയാണ്. റോഡ് നിർമ്മാണത്തിന്റെ ഇടയിൽ റോഡ് നിർമ്മാണ കരാർ ഏറ്റെടുക്കുകയും കരാർ തുകയുടെ സിംഹഭാഗവും അദ്ദേഹം അടിച്ചെടുക്കുകയും ഒരു ഇല്ല പോലും അനക്കാതെ, ഒരു തുള്ളി വേർപ്പ് പോലും ഒഴുക്കാതെ, കൈനനയാതെ 900 കോടി രൂപയോളം ഏകദേശം അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ റോഡ് പദ്ധതിയിൽ നിന്ന്. പിന്നീട് വരുന്നത് വകുപ്പ് മന്ത്രിയാണ്. തീർച്ചയായിട്ടും ഏത് റോഡ് നിർമ്മിക്കുകയാണെങ്കിലും ആ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിമാർക്ക് ഒരു വിഹിതം മാറ്റിവെക്കുക എന്നുള്ളത് ഇന്ത്യയിലെ, കേരളത്തിലെ അലിഖിത നിയമമാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ വകുപ്പ് മന്ത്രിക്ക് ഇതിൽ നിന്ന് നല്ലൊരു ശതമാനം തുക പോയിട്ടുണ്ടാവും ഈ റോഡ് പദ്ധതിയിൽ നിന്ന്. പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സഹമന്ത്രിമാർക്കായിരിക്കും. സഹമന്ത്രിമാർക്ക് തീർച്ചയായിട്ടും അതിന്റെ വിഹിതം കിട്ടിക്കാണും. പിന്നെയുള്ളത് പാർട്ടി നേതാക്കളാണ്. നോക്കൂ, നിലവിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പാർട്ടികളും നിലനിൽക്കുന്നത് ഇത്തരം കമ്പനികളിൽ നിന്ന് ബോണ്ടുകളിലൂടെയും പിരിവുകളിലൂടെയും ഒക്കെ പണം ഊറ്റിക്കൊണ്ടാണ്. തീർച്ചയായും ഒരു റോഡ് പദ്ധതിയിൽ ഒരു അഴിമതി നടന്നാൽ ആ ഭരണ കക്ഷിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്ക്, അതിന്റെ നേതാക്കൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു വിഹിതം കിട്ടിയിട്ടുണ്ടാവും. പാർട്ടി ഫണ്ടിലേക്ക് നല്ലൊരു വിഹിതം ഈ റോഡ് പദ്ധതിയിൽ നിന്ന് പോയിട്ടുണ്ടാവണം. കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന മറ്റു മുന്നണികളുണ്ട്, അതിന്റെ നേതാക്കൾക്കും തീർച്ചയായിട്ടും ഇതിൽ പങ്കുണ്ടാവണം, അവർക്കും കിട്ടിയിട്ടുണ്ടാവണം പണം. അത് മാത്രമല്ല, മൂന്നാമതൊരു അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടാവുക പാർട്ടി ഫണ്ടിലേക്കായിരിക്കും. പാർട്ടി ഫണ്ടിലേക്ക്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സകല പാർട്ടി ഫണ്ടുകളിലേക്കും ഇതിൽ നിന്ന് പണം പോയിട്ടുണ്ടാവും. ഏകദേശം 50% തുക ഈ തരത്തിൽ റോഡ് പദ്ധതിയിൽ നിന്ന് വകമാറിപ്പോയിട്ടുണ്ട്, അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് റോഡ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ. ഇനി അടുത്തൊരു വിഭാഗം കൂടെ ഉണ്ട്. ഏത് റോഡ് പദ്ധതി വന്നാലും അതിൽ നിന്ന് കൈയിട്ട് വാരാതെ ഉറക്കം കിട്ടാത്തൊരു വിഭാഗം. അത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 വകുപ്പുകളാണ് ഇതിലുള്ളത്. ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. രണ്ടാമത്തേത്
മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, ഇങ്ങനെ 2 ഔദ്യോഗിക സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ട തുകയുടെ 25% ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം. മൊത്തം 50+25 തുക റോഡ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ പലരുടെയും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ റോഡ് നിർമ്മിക്കുന്ന ഈ റോഡ് നിർമ്മിക്കുന്ന കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം, കോൺട്രാക്ടിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെത്തുക, റോഡ് നിർമ്മാണത്തിന് വിനിയോഗിക്കാൻ അവരുടെ കയ്യിലെത്തുക വെറും 25% തുക മാത്രമാണ്. അതായത് 60,000 കോടി രൂപയ്ക്ക് നിർമ്മിക്കേണ്ട റോഡ് അതിന്റെ 1/4 കൊണ്ട് നിർമ്മിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കാം അതിന്റെ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കിട്ടിയ പൈസയ്ക്ക് ആ റോഡ് ഉണ്ടാക്കി കാണിക്കുക എന്നത് മാത്രമേ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ എന്നർത്ഥം. ദേശീയപാത 66 തകർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കാരണമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് അതിന്റെ സാങ്കേതിക കാരണങ്ങളാണ്. സാങ്കേതിക തികവില്ലാതെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് അതിന്റെ തകർച്ചയും അത് കാണുന്ന ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതുമാണ്. നോക്കൂ, എങ്ങനെയാണ് സാങ്കേതിക തികവിൽ റോഡ് നിർമ്മിക്കുക? നമ്മുടെ നാട്ടിലെ പോലെ കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ, നാടുകളിൽ റോഡ് നിർമ്മിക്കുന്നതിന് കൃത്യമായ സാങ്കേതികത ഉണ്ട്. അത്തരം ചില മലേഷ്യൻ കമ്പനികൾ, നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ മഴയുള്ള നാടാണ് മലേഷ്യ. മലേഷ്യയിൽ നിന്ന് വന്ന് കേരളത്തിൽ നിർമ്മിച്ച ചില കമ്പനികളുണ്ട്. ആ കമ്പനികൾ നിർമ്മിച്ച റോഡുകൾ ഇപ്പോഴും 25-30 വർഷങ്ങൾക്ക് ശേഷവും തകരാറൊന്നുമില്ലാതെ നിലനിൽക്കുന്നുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് മെത്തേഡ് എന്നൊരു സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യയായിരുന്നു ആക്ച്വലി ഇവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. ആ സാങ്കേതിക വിദ്യയെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവുമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ KNR കമ്പനി നമ്മുടെ കൂരിയാട് ദേശീയപാതയൊക്കെ നിർമ്മിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിലേക്കാണ് വരുന്നത്. എന്താണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുക എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തെ ഘടകം റോഡ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയാണ്. നമ്മൾ ഏത് കെട്ടിടം പണിയുമ്പോഴും അല്ലെങ്കിൽ ഭൂമിക്ക് ഭാരമാകുന്ന എന്ത് പണിയുമ്പോഴും ഭൂമിക്ക് ആ ഭാരം വഹിക്കാൻ ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുക വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ ഭൂമി പരിശോധിക്കുകയാണ്. ഭൂമിക്ക് അത് വഹിക്കാനുള്ള ശേഷിയുണ്ടോ, അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളത് മണ്ണ് പരിശോധിച്ച് കണ്ടെത്തുക, നിർണ്ണയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ നിർണ്ണയിച്ചതിന് ശേഷം അതിന്റെ ഭാരവാഹക ശേഷി വർദ്ധിപ്പിക്കാൻ സബ്ഗ്രേഡ് എന്നൊരു ലെയറാണ് ഭൂമിക്ക് മുകളിൽ ആദ്യം നിരത്തുന്നത്, ആദ്യം ചെയ്യുന്നത്. നോക്കൂ, സബ്ഗ്രേഡ് ഈ ഭൂമിയുടെ ഭാരവാഹക ശേഷി വർദ്ധിപ്പിക്കാവുന്ന തരത്തിൽ അതിന് ആവശ്യമായ മെറ്റീരിയലും ആവശ്യമായ ഘനത്തിലും പേവ് ചെയ്തതിനു ശേഷം ഇത് റോളർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് അമർത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. നോക്കൂ, സബ്ഗ്രേഡിന് ശേഷം വരുന്ന സബ് ബേസ് ഉണ്ട്. സബ്ഗ്രേഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആവശ്യമുള്ള ഹൈറ്റ് കൊടുക്കാനൊക്കെയാണ് സബ് ബേസ് നിർമ്മിക്കുന്നത്. സബ് ബേസും അതിനാവശ്യമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ലെവൽ ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് അമർത്തുന്നു. അതായത് അമർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ റോഡിൽ വന്നേക്കാവുന്ന റോഡ് വഹിക്കേണ്ട ഭാരത്തിന്റെ 100 ഇരട്ടിയെങ്കിലും കംപ്രസ് ചെയ്ത് നിർത്തി വെച്ചെങ്കിലേ നമുക്ക് അടുത്ത ലെയറിലേക്ക് പോകൂ എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രത്യേകത. സബ് ബേസിന് ശേഷം ബേസ് നിർമ്മിക്കുന്നു. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഏറ്റവും ഉപരിതലവും സബ് ബേസിന്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ് ബേസ്. ബേസിന് ആവശ്യമുള്ള മെറ്റീരിയൽ എന്താണോ, സർഫസിൽ ഉപയോഗിക്കുന്ന ബിറ്റുമിൻ ഇതിലേക്ക് കൃത്യമായി ബോണ്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്താണോ അതൊക്കെയാണ് സത്യത്തിൽ ബേസ്മെന്റിൽ ഉപയോഗിക്കുന്നത്. ബേസ്മെന്റും ഇതേപോലെ ലെവൽ ചെയ്ത് കംപ്രസ് ചെയ്ത് നിർത്തിയതിനു ശേഷമാണ് സർഫസിലേക്ക് കടക്കുന്നത് ബിറ്റുമിൻ ചെയ്യുന്നത്. ബിറ്റുമിൻ ലെവൽ ചെയ്തതിനു ശേഷം സാധാരണ ആ മെഷീനറികളൊക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മൾ അനുഭവിക്കുന്നതാണത്. ഇതിനു ശേഷം വരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് സർഫസിന് മുകളിൽ, അതായത് നമ്മൾ ടാറിംഗ് എന്ന് പറയുന്ന ടാർ ചെയ്തതിന് മുകളിൽ ചെയ്യുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ റോഡുകളിൽ. കാരണം ഇടവേളകളിൽ റെയിനി സീസൺ തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് മഴവെള്ളം റോഡിന്റെ അകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് വളരെ അത്യാവശ്യമാണ്. അതുകൂടെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മലേഷ്യൻ കമ്പനികളുടെ റോഡൊക്കെ നമ്മുടെ നാട്ടിൽ കൃത്യമായ തകർച്ചകളില്ലാതെ നിലനിൽക്കുന്നത്. ഇനി നമ്മുടെ KNR കമ്പനി കൂരിയാട് എങ്ങനെയാണ് ചെയ്തതെന്ന് കൂടെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം നിസ്സാരമായാണ്, എത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഈ കോൺട്രാക്ടർമാരും ഈ കമ്പനികളും ഈ സർക്കാരും അതിന്റെ സംവിധാനങ്ങളൊക്കെ ഈ റോഡ് പണി നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കൂ, കൂരിയാട് ദേശീയപാതയുടെ NSL എന്ന് പറയുന്നത്, അതായത് നാച്ചുറൽ സർഫസ് ലെവൽ എന്ന് പറയുന്നത് വയലാണ്. ഏറ്റവും ദുർബലമായ മണ്ണ് നിൽക്കുന്ന സ്ഥലമാണ് വയൽ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. നോക്കൂ, ഇവിടെ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മണ്ണ് പരിശോധനയായിരുന്നു. ഈ വയലിന് ഇത്ര വലിയ ഒരു റോഡ് താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. KNR കമ്പനി അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. നേരിട്ട് എന്താ ചെയ്ത് എന്ന് ചോദിച്ചാൽ
ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു. വയൽ ലെവൽ ചെയ്യുന്നു, മണ്ണ് കൊണ്ടുവന്ന് ഇറക്കുന്നു. സബ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഈ ഭാരവാഹക ശേഷി പരിശോധിച്ചത് ഉയർത്താൻ ആവശ്യമായ സബ്ഗ്രേഡ് ചെയ്തിട്ടില്ല, സബ് ബേസ് ചെയ്തിട്ടില്ല, ബേസ് ചെയ്തിട്ടില്ല. ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളും സ്കിപ്പ് ചെയ്തിട്ടാണ് KNR കമ്പനി നേരെ കൊണ്ടുവന്നിട്ട് ലോറിയിൽ വലിയ ട്രക്കിൽ മണ്ണ് കൊണ്ടുവന്ന് കുന്നടിച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ തള്ളുകയായിരുന്നു. അതിനുശേഷം ആവശ്യമുള്ള ഹൈറ്റ് 10, 15, 20 അടി ഹൈറ്റിലൊക്കെയാണ് അവിടെ റോഡുള്ളത്. ഇത്ര വലിയ ഹൈറ്റിൽ റോഡ് മണ്ണിട്ട് നിരത്തിയതിനു ശേഷം വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ മണ്ണ് നിൽക്കാനായിട്ട് ബ്രിക്സ് ഉപയോഗിച്ചിട്ട്, ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ ബ്രിക്സ് കെട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബ്രിക്സ് മണ്ണിനെയാണോ താങ്ങുന്നത്, മണ്ണ് ബ്രിക്സിനെയാണോ താങ്ങി നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ നമുക്ക് ഈ തടസ്സയോടെ മാറി കിട്ടി. നമ്മൾ അതുവഴി പോകുമ്പോൾ എനിക്ക് തോന്നുന്ന സംശയമായിരുന്നു, ഈ മണ്ണ് ബ്രിക്സിനെയാണോ താങ്ങി നിർത്തുന്നത്, അതോ ബ്രിക്സ് മണ്ണിനെയാണോ താങ്ങി നിർത്തുന്നത് എന്നുള്ളത്. നോക്കൂ, ഈ മണ്ണ് അവർക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ മണ്ണിട്ടതിന് ശേഷം അവർ മുകളിലത്തെ ലെയറിൽ മാത്രം കംപ്രസ് ചെയ്യുന്നു, മണ്ണ് ഉറപ്പിക്കുന്നു, ലെവൽ ചെയ്യുന്നു, മണ്ണ് ഉറപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഈ മുകളിലെത്തുന്ന 3, 4 അടി മാത്രം മണ്ണ് ഉറക്കുകയും അതിന്റെ താഴത്തുള്ള മണ്ണ് ലൂസായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അതിന്റെ മുകളിൽ ഇവരെന്ത് ചെയ്യുന്നു, ബിറ്റുമിൻ ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. വാട്ടർ പ്രൂഫിംഗ്, നോ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ്, വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഇല്ല, പകരം സർഫസ് ചെയ്യുന്നു. വാഹനങ്ങൾക്കായി റോഡ് തുറന്നു കൊടുക്കുന്നു. ദാ കിടക്കുന്നു 6 വരിപ്പാത, വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങി. ദാണ്ടേ വരുന്നു മഴ. 2 മഴ പെയ്യുമ്പോഴേക്ക് എന്താ സംഭവിച്ചെന്നറിയോ? മഴ പെയ്ത് വാട്ടർ പ്രൂഫിംഗ് ഇല്ലാത്ത ഉപരിതലത്തിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. വെള്ളം താഴേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പെനിട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? മണ്ണ് താഴേക്ക് പോകും. അതേ കണക്ക് മഴവെള്ളം താഴേക്ക് വന്നതോടുകൂടി ഈ ഇട്ട ലൂസ് മണ്ണിട്ടല്ലോ അത് മുഴുവൻ താഴേക്ക് പോയി. അങ്ങനെ മണ്ണ് താഴേക്ക് പോവുകയും ഈ സർഫസിനും, അതായത് ടാർ ചെയ്ത ഭാഗത്തിനും ഈ മണ്ണിനുമിടയിൽ വലിയൊരു ഒഴിവ് രൂപപ്പെട്ടു, വലിയൊരു ശൂന്യമായ സ്ഥലം രൂപപ്പെട്ടു. കാരണം മണ്ണ് അടിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ താങ്ങി നിർത്താൻ, സർഫസിനെ താങ്ങി നിർത്താൻ മറ്റൊന്നുമില്ല. അത് അതിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അത് നിൽക്കുന്നു. അതിന്റെ മുകളിൽ മറ്റൊരു ഭാരം വരുമ്പോൾ അത് പൊട്ടി താഴേക്ക് പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ വാഹനം പോകുന്നതിനിടയിൽ ഈ റോഡ് പൊട്ടി താഴേക്കിറങ്ങി വലിയ ഹോളുകൾ രൂപപ്പെടുന്നത്, ഗുഹകൾ രൂപപ്പെടുന്നത്, വലിയ കിടങ്ങുകൾ പോലെ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനെ താങ്ങി നിർത്താൻ താഴത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇട്ടിരിക്കുന്ന മണ്ണ് മുഴുവൻ താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സാമ്പത്തിക കാരണങ്ങളുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് നോക്കൂ, ഇത്രയും സ്ഥലത്ത് കൃത്യമായ ഇതേപോലെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ മലേഷ്യൻ കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ സബ്ഗ്രേഡും സബ് ബേസും ബേസ് ഒക്കെ ചെയ്ത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ അതിനാവശ്യമുള്ള ഫണ്ട് വേണമായിരുന്നു. പക്ഷേ റോഡ് നിർമ്മാണത്തിന് ഇതേ കണക്ക് റോഡ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ട ഫണ്ടിന്റെ 75% റോഡ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് പലരുടെയും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അദാനിയുടെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്, പാർട്ടി നേതാക്കളുടെ പോക്കറ്റുകളിലേക്ക് പോയിട്ടുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ 75% പണം പല വഴിക്ക് പോയിട്ടുണ്ട്. ബാക്കി 25% തുക മാത്രമാണ് ഈ റോഡിന്റെ പണി ഗ്രൗണ്ടിൽ ഇരുന്ന് ചെയ്യേണ്ട കോൺട്രാക്ടറുടെ കയ്യിലേക്ക് വരുന്നത്, നിർമ്മാണ കമ്പനിയുടെ കയ്യിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അവർക്ക് കയ്യിലുള്ള പണത്തിന് റോഡ് പോലെ ഒരു സാധനം ഉണ്ടാക്കി കാണിക്കുക മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതാണ് അവർ ചെയ്തത്. നാഷണൽ ഹൈവേ 66 തകർച്ചയ്ക്ക് യഥാർത്ഥത്തിലുള്ള ഈ 2 കാരണങ്ങൾ മാത്രമാണ്. ഒന്ന്, കൊടികുത്തി വാഴുന്ന അഴിമതിയാണ്, കള്ളന്മാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമാണ്, അദാനിയെ പോലുള്ള ഇടനിലക്കാരാണ്. പിന്നെ നമ്മളുടെ പൊതുജനങ്ങളുടെ, പൗരന്മാരുടെ, വിശിഷ്യ വാഹന ഉടമകളുടെ, റോഡുകൾക്ക് നികുതി കൊടുക്കുന്ന വാഹന ഉടമകളുടെ അലസതയാണ്, നിസ്സംഗതയാണ് ഈ റോഡ് തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ദേശീയപാതയുടെ തകർച്ച ചർച്ച ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ തകർച്ചയും. നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര ഹൈവേ ആണ്. ആ മലയോര ഹൈവേയിൽ പല ഭാഗത്തും വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമ വാർത്തകളും പ്രദേശവാസികളും നമ്മളോട് പറയുന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതാ പദ്ധതിയിൽ അത് തകരാനുണ്ടായ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങളും സാങ്കേതിക കാരണങ്ങളും അതേപോലെ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
റോഡ് പദ്ധതികളിൽ കൈയിട്ട് വാരുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം PWD എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അവകാശമാണ്, ജന്മാവകാശമാണ് എന്ന തരത്തിലാണ് റോഡ് പദ്ധതികളിൽ നിന്ന് ഇവർ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 60% റോഡെങ്കിലും തകരും, അല്ലെങ്കിൽ യാത്ര ദുസ്സഹമാകുന്ന തരത്തിൽ ആയി മാറുമെന്നതാണ് നമുക്ക് കണക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നോക്കൂ, ഈ തരത്തിലുള്ള ദേശീയപാതയുടെയും സംസ്ഥാന പാതകളുടെയും തകർച്ച കേരളത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. റോഡുകളുടെ തകർച്ചയുടെ അനന്തരഫലങ്ങളും പ്രത്യാഘാതങ്ങളും എന്തായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്നറിയോ? നമ്മുടെ കൊച്ചു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ഒരു വർഷം 55,000 വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട് ശരാശരി. ഈ അത്രയും വാഹനാപകടങ്ങളിൽ നിന്ന് 4,500 പേർ, 4,000 മുതൽ 4,500 വരെ പേർ ശരാശരി കൊല്ലപ്പെടുന്നുണ്ട് റോഡുകളിൽ. ഇതിൽ യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഗൃഹനാഥന്മാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത്. ഏകദേശം 50,000 ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുന്നു, ശയ്യാവലംബികളായി പോകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഏൽപ്പിക്കുന്നു. ഏകദേശം 5,000 കോടിയുടെ സാമ്പത്തിക നഷ്ടം ഈ വാഹനാപകടങ്ങൾ മൂലം സംസ്ഥാനത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിലവിൽ തന്നെ കേരളം നേരിടുന്ന ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രശ്നമാണ് വാഹനാപകടങ്ങൾ. എന്നാൽ ഈ റോഡുകളുടെ തകർച്ചയോടുകൂടി അത് 10 മടങ്ങായിട്ട് വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നത്, പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത്. റോഡ് അപകടങ്ങൾ മാരകമായി വർദ്ധിക്കും, ശതഗുണീഭവിക്കും. രണ്ടാമത്തേത്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഒരു സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒന്നാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ. എന്നാൽ ആ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന തരത്തിലേക്ക് മാറും. ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറും. നിലവിൽ അങ്ങനെയാണ്. അത് ശതഗുണീഭവിക്കും. അതിന്റെ 10 മടങ്ങായിട്ട് ഗതാഗതക്കുരുക്ക് മാറും. നമ്മൾ ദേശീയപാത 2 വരിയായിരിക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3-4 മണിക്കൂർ എടുത്തിരുന്നു. ഇത് 6 വരിയാവുന്നതുകൂടി ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ കവർ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്ന് പ്രത്യാശിച്ചിരുന്ന മലയാളികളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഈ ദേശീയപാത തകരുന്നതോടുകൂടി നേരത്തെ 2 പാതയിൽ കൂടി യാത്ര ചെയ്തതിന്റെ അത്ര പോലും വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി വരാനിരിക്കുന്നത്. അതായത് ഗതാഗത കുരുക്ക് നിലവിലുള്ളതിൽ നിന്ന് കൂടുതൽ രൂക്ഷമാകും. മൂന്നാമത്തേത് വാണിജ്യ വ്യവസായ മുരടിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അത് കാര്യമായി ബാധിക്കും. നോക്കൂ, ഈ വ്യാവസായിക സംരംഭങ്ങൾക്ക്, വാണിജ്യ സംരംഭങ്ങൾക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനമാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ്, ഗതാഗത സംവിധാനങ്ങളാണ്. ഇത് മുരടിക്കുന്നതോടുകൂടി, ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്നതോടുകൂടി വാണിജ്യ വ്യവസായ മേഖലകളിൽ മുരടിപ്പ് അനുഭവപ്പെടും. നാലാമത്തേതും, ഇതുവരെ ആരും ടച്ച് ചെയ്യാത്തതും ആരും പരാമർശിക്കാത്തതും പരിസ്ഥിതിവാദികളോ അങ്ങനെ ഒരാളും പരാമർശിക്കാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രകൃതിക്ക് നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവാണ്. നോക്കൂ, കേരളത്തിൽ ഓരോ റോഡ് നിർമ്മിക്കുന്നത് 2-3 വർഷത്തേക്കാണ്. ഈ ഉത്തരവാദിത്തമില്ലാതെ കടുത്ത അഴിമതികളിലൂടെ നിർമ്മിക്കപ്പെടുന്ന റോഡുകൾ 2 വർഷം കൊണ്ട് തകരും. ഈ 2 വർഷം കൊണ്ട് തകർന്ന റോഡുകളിൽ ജനങ്ങൾ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഗതാഗത ക്ലേശം രൂക്ഷമാകുമ്പോൾ ആളുകൾ മുറവിളി കൂട്ടും. രണ്ടാമത് ആ റോഡിന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ റോഡ് നിർമ്മിക്കാനായിട്ട് റീടാറിങ്ങിനൊക്കെ ഫണ്ട് റിലീസ് ചെയ്യും. ഈ ഫണ്ട് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ആദ്യത്തെ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രകൃതി വിഭവങ്ങൾ, ഏത് പ്രകൃതി വിഭവങ്ങൾ? പുനരുൽപാദനമില്ലാത്ത, നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. രണ്ടാമത്തെ റോഡ് റിപ്പയറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ റീടാറിങ്ങിന് വേണ്ടി വീണ്ടും അതേ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? പുനരുൽപാദനമില്ലാത്തിടത്ത് നിന്ന് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ഈ റോഡുകൾ 10 വർഷം കൊണ്ട് 10 റോഡ് ഉണ്ടാക്കേണ്ട മെറ്റീരിയലുകളും പ്രകൃതി വിഭവങ്ങളും നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവശ്യമായ മെറ്റീരിയലാണ് ഇത്. പുനരുൽപാദനം നടക്കുന്നില്ല. പാറമടകൾ പുനരുൽപാദനം നടക്കുന്നില്ല, മലകൾ പുനരുൽപാദനം നടക്കുന്നില്ല. ഈ സാധനങ്ങളൊക്കെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ആവശ്യമുള്ളതാണ്. അവരും കൂടെ അവകാശികളാണ് അതിൻ്റെ. പക്ഷേ നമ്മുടെ ജനറേഷൻ ഇത് മുഴുവൻ നമ്മുടെ സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും തീറ് കൊടുത്തിട്ട് അവർ യഥേഷ്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി പ്രത്യാഘാതങ്ങളാണ്, അനന്തര ഫലങ്ങളാണ് ഈ റോഡുകളുടെ തകർച്ച
നമ്മളെ കാത്തിരിക്കുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്നത് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദുരന്തങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. ദേശീയപാതയുടെ, സംസ്ഥാന പാതകളുടെ, അനുബന്ധ റോഡുകളുടെയൊക്കെ തകർച്ചയെ സംബന്ധിച്ച്, ആ തകർച്ചയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ സംബന്ധിച്ച്, അത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാക്കുന്ന വൻ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച്, അനന്തര ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഇതെങ്ങനെ പരിഹരിക്കണം എന്നുകൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നമാണ്, നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രശ്നമാണ്. ആരിൽ നിന്നാണ് നമ്മളൊരു പരിഹാരം പ്രതീക്ഷിക്കേണ്ടത്? പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നോ? സ്വാഭാവികമായും ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അതാത് ഗവൺമെന്റുകളാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റുകൾ എന്താണ്? ആരാണ് ഗവൺമെന്റ്? ഗവൺമെന്റ് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം, റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സായി കാണുകയും അത്തരം പദ്ധതികളിൽ നിന്ന് പണം അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കളും പൊളിറ്റിക്കൽ പാർട്ടിയും. അതിലപ്പുറം അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ട് യാതൊരു അജണ്ടയോ പ്ലാനോ പദ്ധതിയോ ഇല്ലാത്ത വിഭാഗമാണ് ഈ രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. എങ്ങനെയാണെന്ന് അറിയാമോ? കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗത പ്രശ്നങ്ങളുമാണ് എന്ന് കഴിഞ്ഞ 25 വർഷമായിട്ട് മാലോകർക്കറിയാവുന്നതാണ്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രം അറിയില്ല. എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അത്തരം ഒരു അജണ്ടയില്ല. അവരുടെ കഴിഞ്ഞ 50 വർഷത്തെ ഏതെങ്കിലും പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിലോ പ്ലീനങ്ങളിലോ പ്രതിനിധി ചർച്ചകളിലോ നേതൃയോഗങ്ങളിലോ പാർട്ടി കോൺഗ്രസുകളിലോ അടിസ്ഥാന വികസനം സംബന്ധിച്ച ഗതാഗത സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു അജണ്ട വെച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ അത്തരം ഒരു വാർത്ത കണ്ടിരുന്നോ? അത്തരം ഒരു ചർച്ച നടന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനവും ഗതാഗത സംവിധാനങ്ങളുടെ വിപുലീകരണവും ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അജണ്ടയിലേ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പണമൂറ്റാനുള്ള വഴികൾ ഉണ്ടാക്കുക, ആ പദ്ധതികൾ ഉണ്ടാക്കുക, പദ്ധതികളിൽ നിന്ന് പണമൂറ്റുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ അല്ലെങ്കിൽ അത് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾക്കോ ആ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ഇല്ല എന്നുള്ളത് പരമമായ നഗ്നമായ സത്യമാണ്. പിന്നെ എവിടെ നിന്നാണ് ഇതിന് പരിഹാരം എന്നുള്ളത് പരിഹരിക്കണമല്ലോ. അതിന് ആരാണോ പ്രശ്നം അനുഭവിക്കുന്നത് അവർ തന്നെ മുന്നിട്ടിറങ്ങുക എന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. ആരാണ് പ്രശ്നം അനുഭവിക്കുന്നവർ? നമ്മളെല്ലാ മലയാളികളും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. മലയാളികൾ 3.5 കോടി മലയാളികളും റോഡിൽ യാത്ര ചെയ്യുന്നവരാണ്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. എല്ലാ മലയാളികൾക്കും, കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൽ ഉപരി മറ്റൊരു വിഭാഗം കൂടി ഈ പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അവരാരാണ്? അവരാണ് റോഡുകൾക്ക് വേണ്ടി നികുതി കൊടുക്കുന്ന വിഭാഗം. അവരാരാണ്? വാഹന ഉടമകളാണ്. കേരളത്തിലെ ഓരോ വാഹന ഉടമയും ലക്ഷക്കണക്കിന് രൂപയാണ് റോഡുകൾക്ക് വേണ്ടി മാത്രം നികുതി കൊടുക്കുന്നത്. റോഡുകൾക്ക് മാത്രം സെസ് കൊടുക്കുന്ന വിഭാഗമാണ് വാഹന ഉടമകൾ. വാഹന ഉടമകളെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായ അവകാശമാണ് സുരക്ഷിതമായി സുഖകരമായി വാഹനമോടിക്കാൻ കഴിയുന്ന റോഡുകൾ. ഇന്ത്യയിലൊഴികെ ലോകത്തെല്ലായിടത്തും അവരവരുടെ സർക്കാരുകളിൽ നിന്ന് വാഹന ഉടമകൾക്ക് ലഭിക്കുന്നതാണ് ഈ അവകാശം. ഇന്ത്യയിലൊഴികെ, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലൊഴികെ. എന്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വാഹന ഉടമകൾ സംഘടിതരല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന് ഒരു അവകാശം ലഭിക്കണമെങ്കിൽ അവർ സംഘടിക്കുകയും സമരം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുണ്ട്. അത്തരമൊരു രാജ്യത്ത് സംഘടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ സംഘടിക്കുക, അവകാശം നേടിയെടുക്കുക എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള, അവോക് എന്നൊരു സംഘടന 2015 രൂപം കൊള്ളുന്നത്. 2015 രൂപം കൊണ്ട ശേഷം നിരവധി പ്രവർത്തനങ്ങൾ അവോക് ഈ സംസ്ഥാനത്ത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട, വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അടക്കം നിരവധി കേസുകൾ സംഘടന ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാഹനാപകടങ്ങളും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ. നോക്കൂ, വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇനിയും മൗനം അവലംബിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ആത്മഹത്യാപരം എന്ന് പറയാൻ കാരണം ഈ റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ആളുകൾ വാഹന ഉടമകളും അവരുടെ ബന്ധുക്കളുമാണ്. നോക്കൂ, വാഹന അപകടങ്ങളുടെ കഴിഞ്ഞ 25 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ
സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും. ഞങ്ങൾ ഈ മുഴുവൻ കഴിഞ്ഞ 25 വർഷത്തെ കണക്കുകൾ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. 25 വർഷത്തിനിടയിൽ 100,000-ത്തിനടുത്ത ആളുകളാണ് കേരളത്തിലെ റോഡുകളിൽ കൊല്ലപ്പെട്ടത് എന്നുകൂടെ നിങ്ങൾ ഓർക്കണം. ഏതെങ്കിലും ഒരു ആഭ്യന്തര യുദ്ധത്തിൽ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ ഈ 25 വർഷത്തിനിടയിൽ കേരളത്തിലെ റോഡുകളിൽ അപകടങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനവും റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരമാണ് അവോക്ക്. ഇത് വെറുതെ ഒരു സംഘടനയല്ല, വെറുതെ ഒരു ആൾക്കൂട്ടമല്ല. കൃത്യമായ ഭരണഘടന നിർമ്മിച്ച ശേഷം, കൃത്യമായ അജണ്ടകൾ സജ്ജീകരിച്ച ശേഷം, കൃത്യമായ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്തതിനു ശേഷം നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. കൃത്യമായ കേഡർ സ്വഭാവത്തിൽ മത രാഷ്ട്രീയ മുക്തമായ ഒരു സംഘടനയാണ് അവോക്ക്. എനിക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളൊരു വാഹന ഉടമയാണെങ്കിൽ തീർച്ചയായും അവോക്ക് മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങളൊരു വാഹന ഉടമയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് പിന്തുണക്കാൻ കഴിയുമോ, നിങ്ങൾ ആ തരത്തിൽ പിന്തുണക്കുക. കാരണം ഇത് നമ്മുടെ സമൂഹത്തിലെ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് അത് പരിഹരിക്കാനുള്ള ഒരേ ഒരു സൊല്യൂഷനാണ് ഈ സംഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും അവോക്കിനെ പിന്തുണയ്ക്കുക. ഞാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഉടമകളും അവോക്ക് മെമ്പർഷിപ്പ് എടുക്കുക. അവോക്ക് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. www.avok.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപേക്ഷിക്കുക. 2 ദിവസത്തിനകം 48 മണിക്കൂറിനകം അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിച്ച് മെമ്പർഷിപ്പ് അലോട്ട് ചെയ്യുന്നതാണ്. എല്ലാ ആളുകളും അവോക്കിനെ പിന്തുണയ്ക്കുക. എന്നെ ശ്രമിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ നന്ദി. താങ്ക് യു.